കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല. കുട്ടികളിൽ കാണുന്ന വാശി, ഉറക്കക്കുറവ്, വൈകല്യങ്ങൾ, ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത്. ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ. കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയാട്രീഷ്യന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ ഓർത്തോ, സ്കിൻ, ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി, ENT, ഗൈനക്കോളജി, ന്യൂറോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും. ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ, അഫിലിയേറ്റ് PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ബസ് സ്റ്റാൻഡിന് സമീപം, മെയിൻ റോഡ്, ചേലക്കര. ഫോൺ 8714852375 9747252375. കരിങ്കൽ ക്വാറിക്ക് പ്രവർത്തിക്കാൻ അനുമതി നൽകിയ ചേലക്കര ഗ്രാമപഞ്ചായത്തിനെതിരെ ഗുരുതര ആരോപണവുമായി നാട്ടിൻചിറ സ്വദേശി ആലായിക്കൽ അബ്ദുൾ അസീസ് രംഗത്ത്. ക്വാറിക്ക് പ്രവർത്തനാനുമതി നൽകിയതിന് പിന്നിൽ വൻ അഴിമതിയെന്നും ആരോപണം. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ പരക്കാട് ഭാഗത്ത് ക്വാറികൾ പ്രവർത്തനം തുടങ്ങാനുള്ള ശ്രമത്തിലാണെന്നുള്ളത് ഇന്നലെ പ്രാദേശിക ചാനൽ വഴി എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. 2020 3 ക്വാറികൾക്ക് ഹൈക്കോടതിയിൽ 3 ക്വാറിക്കാർ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും 2 ക്വാറിയുടെ അന്യായം തള്ളിക്കളയുകയും ഒരു ക്വാറിക്ക് EKK എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിന് രാഴി വാഴക്കോട് റോഡിൻ്റെ ആവശ്യം അനുസരണം ആദ്യം ഒരു 3 മാസത്തേക്കും, പിന്നെ ഒരു 2 മാസത്തേക്കും, പിന്നെ ഒരു 3 മാസത്തേക്കും, പിന്നെ ഒരു 2 മാസത്തേക്കും കോടതി അനുമതി ലഭിച്ചിട്ടുള്ളതാണ്. ഈ അനുമതിയുടെ മറവിൽ ഇന്നേ വരെ ദിവസം യാതൊരു അനുമതിയില്ലാതെ 100ഓളം ട്രക്കുകൾ കരിങ്കല്ല് ഖനനം ചെയ്തു കൊണ്ടുപോകുന്നുണ്ട്. പഞ്ചായത്തിൽ നിന്ന് 3 ക്വാറിക്കും D&O ലൈസൻസ് നിയമവിരുദ്ധമായിട്ടാണ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് നൽകിയിട്ടുണ്ട്. D&O ലൈസൻസ് നൽകിയതിനു ശേഷം റിമാർക്സിൽ പൊല്യൂഷൻ, പരിസ്ഥിതി, വനം, വന്യജീവി സങ്കേതം, ജിയോളജി വകുപ്പിൻ്റെ അനുമതി പത്രങ്ങൾ കാലികമായി ഹാജരാക്കണമെന്ന് ആ റിമാർക്സിൽ D&O ലൈസൻസിൽ പറഞ്ഞിട്ടുണ്ട്. അത് പഞ്ചായത്തിൻ്റെ 100% തെറ്റായ ഒരു നടപടിയാണ്. എല്ലാ രേഖകളും ഹാജരാക്കിയാൽ മാത്രമേ പഞ്ചായത്ത് D&O ലൈസൻസ് നൽകുവാൻ പാടുള്ളൂ. അതുകൂടാതെ നിവാസികൾക്ക്, ഈ പരക്കാട് നിവാസികൾക്ക് പരാതി ഉണ്ടോ എന്നുള്ളത് ഗ്രാമസഭ അംഗീകരിച്ച് ഗ്രാമസഭയിൽ കൂടെ അത് പരാതി പരിഹരിച്ചതിന് ശേഷമേ D&O ലൈസൻസ് നടത്തുവാൻ പാടുള്ളൂ. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പടിവാതിലിലെത്തി നിൽക്കുമ്പോൾ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ പരക്കാട് ഭാഗത്ത് ഏകദേശം 8ഓളം ക്വാറികൾക്ക് അനുമതി പത്രം നൽകുവാനുള്ള തിരക്കുപിടിച്ച പ്രവർത്തനത്തിലാണ് ചേലക്കര പഞ്ചായത്ത് ഏർപ്പെട്ടിരിക്കുന്നത്. തികച്ചും നിയമവിരുദ്ധമായി ഒരു രാജ്യത്തെ തന്നെ ദുരന്തക്കയത്തിലേക്ക് തള്ളിവിടാവുന്ന രീതിയിലുള്ള ഇത്തരം പ്രവർത്തനം പ്രാദേശിക നിവാസികളുടെ ശക്തമായ എതിർപ്പുണ്ടായിട്ടും തുടരുന്നു എന്നത് തികച്ചും സാമ്പത്തിക നേട്ടം മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്നും ആക്ഷേപം. യാതൊരുവിധ അനുമതി പത്രങ്ങളോ സർക്കാർ നിർദ്ദേശിച്ച മാനദണ്ഡങ്ങളോ ഒന്നും തന്നെ പാലിക്കാതെ അളവിൽ കവിഞ്ഞ രീതിയിൽ അമിതഭാരത്തിൽ ഏകദേശം 100ഓളം ലോഡുകൾ ദിനംപ്രതി കടന്നുപോകുന്നത് സാധാരണക്കാരുടെ ജീവിതത്തെ ഗുരുതരമായി ബാധിക്കുന്നു. ഇപ്പോൾ നിലവില് ഈ ക്വാറികളെയും പരക്കാട് പ്രവർത്തനം അയച്ചാൽ അധികം താമസിയാതെ ചേലക്കര ഒരു പുത്തുമലയോ അല്ലെങ്കിൽ വയനാടോ കുറാഞ്ചേരിയോ പോലുള്ള വലിയ ഒരു ഉരുൾപൊട്ടലിന്റെ സാധ്യതയുള്ള പ്രദേശമായിട്ട് മാറി ഉരുൾപൊട്ടി ജനങ്ങളെല്ലാം മണ്ണിനടിയിലാവുന്ന ഒരു സാഹചര്യം കാണുന്നത്. പൊതുവെ സഞ്ചാരയോഗ്യമായ തൊഴുപ്പാടം കറുകക്കടവ് റോഡിൽ ക്വാറിക്കാർക്ക് അമിതഭാരം കയറ്റുന്നതിനുള്ള അംഗീകാരത്തിനു വേണ്ടി മാത്രം 5.5 കോടിയോളം രൂപ മുടക്കി പുനർനിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുകയും എന്നാൽ അത് എവിടെയും എത്താതെ സാധാരണക്കാരുടെ സ്വസ്ഥമായുള്ള വാഹന ഗതാഗതവും ജീവിതവും താറുമാറാക്കിയിരിക്കുകയുമാണ്. ഇതിനെതിരെ ചേലക്കര പഞ്ചായത്തിലും ജില്ലാ കളക്ടർ അടക്കമുള്ള മറ്റ് ബന്ധപ്പെട്ട അധികാരികളെയും സമീപിച്ചിട്ടും നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ മനുഷ്യനെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ചേർന്നുകൊണ്ട് ഒരു പ്രകൃതി സംരക്ഷണ സമിതിക്ക് രൂപം നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ പ്രകൃതി ചൂഷണത്തിനെതിരെ, നിയമലംഘനത്തിനെതിരെ അധികാരികളെ ബോധ്യപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഉന്നത കോടതികളെയും സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്നും അബ്ദുൾ അസീസ് റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഇതിനെതിരെ ഇവിടെ നാട്ടുകാർ എല്ലാവരും ഞങ്ങളൊരു ജനകീയ സമിതി ഉണ്ടാക്കി ബഹുമാനപ്പെട്ട ഉന്നത കോടതികളെ സമീപിക്കാനുള്ള ഞങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന് ആധികാരികമായ എല്ലാ രേഖകളും, എല്ലാ വിവരാവകാശ പ്രകാരമുള്ള എല്ലാ രേഖകളും എൻ്റെ അടുത്ത് ഒരു 20 കിലോ ഡോക്യുമെൻറ്റ്സ് എൻ്റെ കയ്യിലുണ്ട്.
ഞങ്ങളിത് ശക്തമായിട്ട് പോരാടും. പഞ്ചായത്തിലെ പ്രതിപക്ഷ ഭരണപക്ഷങ്ങൾ യാതൊരു കൊടിയുടെയും വ്യത്യാസമില്ലാതെ ജനദ്രോഹ നടപടികൾ, ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കാത്തുള്ള ഈ ജനദ്രോഹ നടപടികൾ ഞങ്ങൾ നാട്ടുകാർ ശക്തമായിട്ട് പ്രതിഷേധിക്കുന്നതാണ്. ഇത്തരം പ്രകൃതി ചൂഷണത്തിനെതിരെ നിയമവിരുദ്ധമായി ക്വാറി ഖനനം നടത്തിയിരുന്ന നാട്ടിൻചിറയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ക്വാറിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് ക്വാറി ഉടമയ്ക്ക് ഭീമമായ തുക പിഴയടയ്ക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ച ക്വാറി ഉടമയുടെ അപ്പീൽ തള്ളിക്കൊണ്ട് കോടതി തന്റെ വാദങ്ങൾ ശരിവെക്കുകയും ചെയ്തിരുന്നുവെന്ന് അബ്ദുൾ അസീസ് പറഞ്ഞു. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ നാട്ടിൻചിറയിൽ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ക്വാറിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയും 2020 ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് ക്വാറി നിർത്താനുള്ള ഉത്തരവാവുകയും പിഴ ഈടാക്കുവാൻ ഉത്തരവാവുകയും ചെയ്തു. ഈ ഉത്തരവിനെതിരെ ക്വാറി ഓണർ റിട്ട് അപ്പീൽ ചെയ്യുകയും ആ റിട്ട് അപ്പീൽ ചെയ്ത് ഡിവിഷൻ ബെഞ്ചിൽ റിപ്പോർട്ട് ചെയ്യുകയും ഇപ്പോൾ 6 മാസം മുന്നേ ആ ഡിവിഷൻ ബെഞ്ച് അത് അന്യായം തള്ളിക്കളയുകയും ഈ പിഴ ഈടാക്കുവാൻ ഉത്തരവാക്കിയിട്ടുള്ളതാണ്. ഹാപ്പി ഓണം ഫെസ്റ്റിവൽ ചേലക്കരയിൽ. കുടുംബത്തോടൊപ്പം ആർത്തുല്ലസിക്കാൻ ചേലക്കര മേപ്പാടം ഓണം ഫെസ്റ്റ് 2025 മേപ്പാടം ഗ്രൗണ്ടിൽ പ്രവർത്തനം ആരംഭിച്ചു. വിമാനാകൃതിയിൽ പ്രവേശന കവാടം, കാശ്മീർ താഴ്വാരം, അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം, വിപണന സ്റ്റാളുകൾ, ഫുഡ് കോർട്ടുകൾ, ഫാമിലി ഗെയിംസ്, അമ്യൂസ്മെന്റ് റൈഡുകളായ ബ്രേക്ക് ഡാൻസ്, കൊളംബസ്, ജയന്റ് വീൽ, ഡ്രാഗൺ ട്രെയിൻ, കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ സായം സന്ധികളെ മനോഹരമാക്കും. പ്രവേശനം വൈകിട്ട് 4 മണി മുതൽ രാത്രി 9:30 വരെ.